ഹലോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് അടുത്ത ദിവസമായി നമ്മൾ ഇന്ന് ഇവിടെ ധനുഷ്കോടി കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നാൽ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അവർ ലേറ്റ് ആയാലോ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് വന്നതാണ് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പോഴാണ് കണ്ടത്, നമ്മളുടെ ബാക്കിലാണ് കടൽ കാണുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ശ്രീകോവിൽ കാണുന്നതും ഇവിടുന്ന് ഗോപുരം കാണുന്നതും ഇവിടുന്നാണ്. നല്ലൊരു വ്യൂ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊന്ന് കാണാം. വന്നിട്ടുള്ളത് ഇഡ്ഡലി റെഡിയാണ്. ഇഡ്ഡലിക്കൊപ്പം സാമ്പാർ, കാരച്ചട്നിയാണ് ഇവരുടെ. തമിഴ്നാട്ടിൽ വരുന്നത് കാരച്ചട്നിയാണ്. ചട്നി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് വടകറിയാണ്. ഇവരുടെ ഒരു ഇതാണ് വടകറി, സേമിയ ഉപ്മാവ്, അതുപോലെ തന്നെ സാമ്പാർ, പൊങ്കൽ. പിന്നെ ഇത് റാഗിയുടെ ഉപ്മാവാണ് വരുന്നത്, റാഗിയാണ് വരുന്നത്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ചായ, കോഫി, അങ്ങനത്തെ ഐറ്റങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. വണ്ടി കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ, മൊത്തത്തിൽ സാധനങ്ങളും നിറഞ്ഞ് ഞങ്ങൾ ഈ പോകുന്നുണ്ട്. നമ്മൾ നേരെ ധനുഷ്കോടിയിലേക്കാണ് പോണത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ധനുഷ്കോടി ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കുലുക്കുണ്ട് കേട്ടോ. റോഡൊക്കെ മഹാ ചീത്തയാണ് അവിടെ. പിന്നെ മഴയുടെ സാധ്യതയുണ്ട്. മഴ ചെറുതായിട്ട് പെയ്യുന്ന പോലെയൊക്കെ ഉണ്ട്. ന്യൂനമർദ്ദത്തിൻ്റെ ഉണ്ടെന്ന് നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു. അപ്പം ഇനി അറിഞ്ഞൂടാ പെയ്യോ മഴ കാണാൻ പറ്റുമോ. ഭയങ്കര ചൂടാണ് ഇവിടെ, സഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഇനി അവിടെ പോയിട്ട് എന്താണ് പരിപാടി എന്ന് നോക്കാം. ആദ്യം ധനുഷ്കോടി ഒന്ന് കാണാം. അത് വലിയൊരു ഡ്രീമാണ് എൻ്റെ. അതൊന്ന് നോക്കട്ടെ. ആദ്യം കളയാനില്ല. ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റിൽ നിർത്തി. ശരിയാണ്. ഇവിടെ എന്നിട്ടിപ്പോൾ ഈ കിടക്കണോട് മുഴുവൻ പ്ലാസ്റ്റിക് കവറുണ്ടല്ലേ, അവിടെ ഇട്ടിട്ട് പോകണം. നമ്മളിപ്പോ പോകുന്നത് ചെറിയ ലൈറ്റ് മഴച്ചാറലുണ്ട്, നിങ്ങൾക്കത് കാണാം. നമ്മൾ ധനുഷ്കോടിക്ക് പോകുന്ന വഴിയാണ്. സൂപ്പർ വഴി, റോഡ് നല്ല റോഡായിട്ട്. ധനുഷ്കോടിയിലേക്കുള്ള വഴിയാണ്. നല്ല വഴിയുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ കൊണ്ടുപോകാൻ പാടില്ല എന്നല്ല, ഒന്ന് വെളിയിൽ ഇടാൻ പാടില്ല. വണ്ടി തന്നെ വെക്കുക പരമാവധി. വെറുതെ പുറത്തിട്ടിട്ട് സ്ഥലം. പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മളൊക്കെ ഉത്തരവാദികളാണ്. ഇപ്പുറത്ത് കടലാണ്, കടൽ. കോദണ്ഡരാമർ ടെമ്പിൾ. അവിടേക്ക് പോകുന്ന വഴിയാണിത്. കോദണ്ഡരാമ ടെമ്പിൾ. രണ്ട് കടലിന്റെ നടുക്കുള്ള റോഡ്. മനോഹരമാണ്. കടലിലേക്ക് ആകാശം. മഴയുടെ ഒരു മൂടലും കൂടി ഉണ്ട്. എന്താണ് കോദണ്ഡം ടെമ്പിൾ? കോദണ്ഡരാമ ടെമ്പിൾ. അതാണിത്. പേരുകളൊക്കെ അടിപൊളി. പക്ഷെ വേസ്റ്റൊക്കെ നിറയുണ്ടല്ലോ ഇവിടെ. ഈ
കോദണ്ഡ രാമർ ടെമ്പിൾ എന്ന് പറയുന്ന ഇത് ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയിലുള്ളതാണ്. കടലിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പുറം ഇപ്പുറം കടലാണ്, നടുവിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവാം, എന്തായാലും ഞാൻ പറയുകയാണ്. ഇത് രാവണനുമായിട്ടുള്ള യുദ്ധത്തിന് മുമ്പേ സഖ്യം ചെയ്തിട്ടുണ്ടായിരുന്നു വിഭീഷണൻ ശ്രീരാമനുമായിട്ട്. അന്ന് സഖ്യം ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. അവർ സഖ്യം ഉണ്ടാക്കിയതും യുദ്ധത്തിന് മുമ്പേ ഉള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കിയതും ഒക്കെ. അപ്പോൾ അത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് രാമനും സീതയും ലക്ഷ്മണനും വിഭീഷണനും കൂടി വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ ഒരു കഥ വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ചുറ്റുമതിൽ പോലെയാണ്. നമ്മൾ ആ സ്റ്റെപ്പ് കയറിയ ഒരു ചുറ്റുമതിൽ പോലെ വരുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ച, പറയാതെ വയ്യ. ചെറിയൊരു ക്യൂ ഒക്കെ വരുന്നുണ്ട്. പക്ഷികളൊക്കെ ഉണ്ട്. ഇതകത്ത് കയറിയുന്നുണ്ട്. പക്ഷെ അവിടെ പിന്നെയും ക്യൂ ആണ്. ഈ മുകളിലുള്ള വർക്കുകൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് വളരെ പഴയ ഒരു ക്ഷേത്രമാണെന്ന് നമുക്ക് അങ്ങനെ പറയാതെ തന്നെ പറയാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ അടിച്ചിട്ടുള്ള രീതിയിലാണ്. എൻ്റെയൊക്കെ തറവാട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നല്ല തണുപ്പായിരിക്കും ഇവിടെ. നമ്മൾ അതിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ കഥകളൊക്കെ ഇതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും. അതാ ഞാൻ സൂം ചെയ്ത് നോക്കിയാൽ കിട്ടും. ലോങ്ങിൽ വണ്ടി നമ്മൾ അവപ്പാടെയാണ് വണ്ടി. നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. രാമേശ്വരം ടെമ്പിൾ രാവിലെ തൊഴുതില്ലായിരുന്നു. നേരെ നമ്മൾ രാമേശ്വരം ടെമ്പിളിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയാണ്, അല്ല വന്ന വഴി തന്നെയാണിത്. പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ വണ്ടികൾ കുറവാണ്. അതാണ് ഇപ്പോൾ എടുത്തത്.
അപ്പോൾ ഓക്കെ ബൈ. ഇതാണ് രാമേശ്വരം ക്ഷേത്രം. ഗോപുരം കാണുന്നുണ്ട്. ഇവിടെ ക്യൂ ആണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം തീർത്ഥക്കുളത്തിലേക്കാണ് പോകുന്നത്. നല്ല തിരക്കുണ്ട്, നല്ല വെയിലും. അതെ, നല്ല വെയിലും ഉണ്ട്. ഗോപുരം ഇതാണ് എൻട്രൻസ് പോലെ, മറ്റേ വടക്കേ നടയാണ് തോന്നുന്നു. അങ്ങനെ പലതും ഉണ്ടല്ലോ. അതിൽ ഏതാണെന്ന് അവിടെ എഴുതി പോയാലേ അറിയും. ഇതിപ്പോൾ ഇവിടെ ചെരുപ്പ് വെച്ചു. ഇത് നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. നന്നായിട്ട് തോന്നുന്നു. ഈ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ പുറമേയുള്ള അളവാണ് പറയുന്നത്. കിഴക്ക് പടിഞ്ഞാറ് 690, അതുപോലെ തന്നെ വടക്ക് തെക്ക് 435 അത് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ തൂണുകൾ ഫുള്ളും കാണുന്ന ഒരു ഇതാണ് ഉള്ളിൽ വശം. ആ ഉൾവശം ചെയ്തിട്ടുള്ളത് വരുന്നത് കിഴക്ക് പടിഞ്ഞാറ് 649 വരുന്നത് ഇവിടുത്തെ ലെങ്ത്ത്. അതേ അവിടെ ആദ്യം വന്നത് 690, ഇവിടെ 649 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വടക്ക് തെക്ക് വന്നിട്ടുള്ളത് 395. ഇവിടെ ഏറ്റവും തൂണുകളുള്ള സ്ഥലമാണിത്. ഒരുപാട് തൂണുകളുള്ളതാണ്. ആ തൂണുകളുടെ എണ്ണം പറയുന്നത് 1212 തൂണുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് നിർമ്മിക്കാനെടുത്ത സമയമാണ് 1740 to 1770 വരെയുള്ള സമയങ്ങളിലാണ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള പണികൾ. ബാക്കി മുഴുവനും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാജാ മുത്തുരാമലിംഗ സേതുപതി. രാജാ മുത്തുരാമലിംഗ സേതുപതി അതെ, അവരാണ് അത് ചെയ്തത്. സംസ്ഥാനം சேர்ந்தது. இப்ப வந்து டெம்பிள் கவர்மெண்ட் ஆயிருச்சு. அதுக்கு ശേഷമാണ് ഇത് ഗവൺമെന്റ് മുത്തുരാമലിംഗ സേതുപതിക്ക് നെക്സ്റ്റ് ഗവൺമെന്റ് ഏറ്റെടുത്തത്. ഇതിന്റെ ഈ തൂണിന്റെ നീളവും വീതിയാണ് പറയണത്. 22 ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ 7 വീതി വരുന്നത്. ഈ തൂണിന്റെ നീളവും വീതിയാണ് പറഞ്ഞത്. 22 7. ഈ തൂണിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതാണ് ഉൾവശം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ 649, 395 പറഞ്ഞത്. അതുപോലെ തന്നെ 1212 തൂണുകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് അതിൽ പറയുന്നത്. നടക്കാൻ വയ്യാണ്ട് വരുന്നുണ്ട്. നടക്കാൻ വയ്യ.
പരിപാടിയൊക്കെ കഴിഞ്ഞു, ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നൊന്ന് ഫ്രഷായി. ഭയങ്കര ടയേർഡ്, അവിടുത്തെ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലേക്കാട്ടിലും വെയിലുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു. നമ്മൾ താമസിക്കുന്ന റൂം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അത് ചെക്കൗട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റ്. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ നേരെ തഞ്ചാവൂരിലേക്കാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ പിന്നെ അവിടെ നിർത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചപ്പാത്തി, ഫ്രൈഡ് റൈസ് അങ്ങനെ പറഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും അവർ രണ്ടുപേരും പ്രത്യേകിച്ച്, ഞങ്ങളല്ലെങ്കിലും വെജിറ്റേറിയൻ അല്ലേ, ക്ഷേത്ര ദർശനം ആയതുകൊണ്ട് അടുത്തത് തഞ്ചാവൂരിലെ ക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻ ആണോ പറഞ്ഞിരിക്കുന്നത്, ചപ്പാത്തിയും ഫ്രൈഡ് റൈസും ആണോ പറഞ്ഞിരിക്കുന്നത്? അല്ലടാ, നോൺ വെജ് ഇല്ലേ? ആണോ? ശരി. ക്ഷേത്രത്തിനോട് അടുത്തായതുകൊണ്ടായിരിക്കാം, ക്ഷേത്രത്തിൻ്റെ അടുത്തായതുകൊണ്ട്. അതെ അതെ, അച്ചു അതുകൊണ്ട് നല്ല സംഗതിയാണ്. ഭക്ഷണത്തിൻ്റെ കാണുന്നുണ്ട്. ഞാൻ കാണിച്ചതിൻ്റെ റൂമിലൊക്കെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളിനി കഴിക്കാൻ ഫുഡ് വരും വന്നിട്ട് കഴിച്ചിട്ട് പറയാം എങ്ങനെയാണ്. ഞാൻ രാവിലെ നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. മറ്റൊന്നുമല്ല, നമ്മൾ ഈ വീട് കൂട്ടി ഇറങ്ങുന്ന ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. എന്തെങ്കിലും ഒരു അപകടം വീട്ടിൽ വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇറങ്ങണം. വരില്ല എന്നുള്ളത് വിശ്വാസം, വന്നാൽ എന്താണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊട്ടടുത്ത് കഴിക്കാനിരുന്നൊരു ഫാമിലി നിറയെ പേരുണ്ട് അവർ വന്നിട്ട്. അപ്പോൾ അവർക്ക് നാട്ടിൽ നിന്ന് ഫോൺ വന്നു, അവരുടെ രാത്രി അവരുടെ വീട് ഉടച്ചിട്ട്, തമിഴ്നാട്ടുകാരിലുള്ളവർ തന്നെയാണ്, തമിഴിലാണ് സംസാരിക്കുന്നത്. മൂപ്പര് പറഞ്ഞാൽ അവരുടെ വീട് ഉടച്ചിട്ട് എന്തൊക്കെയോ ഉരുളൊക്കെ എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ട് നിറയെ പേരുണ്ട്. അവരൊക്കെ ആകെ ഡെസ്പായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു യാത്ര ചെയ്യുമ്പോൾ പരമാവധി വീടിനകത്ത് വിലപിടിപ്പുള്ളതൊന്നും വെക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. വന്ന് ഉടച്ചാലും നമുക്ക് അതിനകത്തൊന്നും അവർക്ക് കിട്ടരുത്. കാരണം നമ്മൾ വരുന്നു എന്നുള്ളത് എങ്ങനെയെങ്കിലും അതൊക്കെ അറിയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും വിലപിടിപ്പുള്ളത് അവിടെ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് പോവാതിരിക്കുക. പ്രത്യേകിച്ച് ഗോൾഡിന് ഇങ്ങനെ വില കൂടുന്നതുകൊണ്ടേ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം പ്ലേറ്റിൻ്റെ പരിപാടിയിലെത്തി. ഫോണിൽ അടുത്തത് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനയിലാണ്. തഞ്ചാവൂരിൽ റൂം ബുക്ക് ചെയ്യുന്നത് നമ്മൾ എത്തുമ്പോഴേക്കും ലേറ്റ് ആവില്ലേ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് പറയാൻ വന്നതാണ്. അത് നേരെ രാവിലെ പറയണമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പം അവർ ഉള്ളതുകൊണ്ടും എനിക്കത് കേട്ടതുകൊണ്ട് ഒരു സങ്കടം ഉള്ളതുകൊണ്ടാണ് ഞാൻ അപ്പം അതിനെ ഒന്നും മിണ്ടാതിരുന്നത്. പക്ഷെ എപ്പോഴും ഒരു യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങളത് ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കണം ഞാനീ പറഞ്ഞത്. അപ്പം ചപ്പാത്തി വന്നിട്ടുണ്ട്, പിന്നെ അവർ ചെന്നക്കറിയാണ് പറഞ്ഞിട്ടുള്ളത്, ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതെങ്ങനെ ഉണ്ടെന്നുള്ളത് കഴിച്ചിട്ട് അവർ പറയുമ്പോൾ ഞാൻ പറയാം. ഫ്രൈഡ് റൈസ് വന്നു, എങ്ങനെയുണ്ട് നോക്കിയിട്ട് കഴിച്ചു നോക്കുമ്മ, കഴിച്ചു നോക്കും. കറി എങ്ങനെയുണ്ട്, കൊള്ളാവോ? കഴിച്ചു നോക്കും. ആവി പറക്കുന്നുണ്ട്. ചപ്പാത്തി നന്നായിട്ടുണ്ടോ? എന്താ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കയറി വരുമ്പോഴാണ് ഭക്ഷണം ഒരു പ്രശ്നം. കൊള്ളാം. ഞാൻ ഫ്രൈഡ് റൈസ് ഒന്ന് എടുത്ത് നോക്കട്ടെ. ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്, ഞാൻ കഴിച്ച് നോക്കട്ടെ കുറച്ച് ടേസ്റ്റ്. ഫ്രൈ ആയിരുന്നു, സാധാരണ ഫ്രൈ ആയിട്ടൊരു പ്രതിയായിരുന്നു. ഫ്രൈ ആയിരുന്നു, നന്നായിരുന്നു. കെച്ചപ്പ് കൂടി വെച്ചോ. അപ്പോൾ എന്തായാലും നീ കഴിച്ചതിൻ്റെയാണ്, നീ ഇല്ലെങ്കിൽ ചൂടാറോ എന്നൊക്കെ. അതെ അതെ.
തിരിച്ച് തഞ്ചാവൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മധുരയൊക്കെ കഴിഞ്ഞു വീണ്ടും നമ്മൾ വന്ന വഴി പോയ വഴിയും ഒക്കെ തിരിച്ച് റിട്ടേൺ വന്നു. ഇനി രാമേശ്വരം കഴിഞ്ഞു നമ്മൾ നേരെ തഞ്ചാവൂർ. വൈകുന്നേരം ഒരു 6:30 അവിടെ എത്തുമെന്നാണ് ഇതുവരെയുള്ള കണക്കൂട്ടില്ല. അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അവർ അയച്ചൊക്കെ തന്നു, വലിയ കുഴപ്പമില്ല, അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വലിയ ബഡ്ജറ്റിൽ യാത്ര എന്നല്ല പറഞ്ഞത്, ചെറിയ ബഡ്ജറ്റിൽ നിന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആവണ്ടേ. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്, ഞങ്ങൾ പല കാര്യങ്ങളും ഇതിൽ മിസ് ചെയ്യുന്നുണ്ട് പറയാൻ. കുറേ കാലമായിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ A to Z കാര്യങ്ങളും പറയാൻ മറന്നു പോവുകയാണ്. ഭയങ്കരമായിട്ടുണ്ട്. ചിലപ്പോൾ ആ കാര്യം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഓർമ്മയുണ്ടാവുന്നത്. അപ്പോൾ 80 ഇനി 80 കിലോമീറ്ററും കൂടെ ഉള്ളൂ എന്ന് നമ്മൾ എത്താറായി. ഏകദേശം കുറച്ചും കൂടെ ഒരു മണിക്കൂർ വെച്ചോ 1.5 മണിക്കൂറും കൂടെ ഉണ്ട് ഇനിയും നമുക്ക് അങ്ങോട്ട് എത്താൻ. അതിൻ്റെ ഇടയിലൊരു ടീ ബ്രേക്കാണ്. അപ്പോൾ അത് ഒരു ചെറിയ ബ്രേക്ക്. അനിയേട്ടനും വയ്യ, ചായ കുടിക്കാൻ വന്നു. അപ്പം എന്നാൽ ശരി. വെയിൽ അത് ഭയങ്കര പ്രശ്നമാണ് അവിടെ. അതുകൊണ്ട് ചായക്ക് അവന് കടി നിർബന്ധമാണ്. അതുകൊണ്ട് വേണം പറഞ്ഞിട്ട് സ്നാക്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ അത്രയാണ്. ഈ തമിഴ്നാട് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം പോയിട്ട് നമുക്ക് എന്താണ് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇന്നലെ രാത്രിയാണെങ്കിലും ഞാനും അമ്മയൊന്നും ഫുഡേ കഴിച്ചിട്ടില്ല. ഇവരാണ് പോയി കഴിച്ചിട്ട് വന്നത്. അതാ ഞാൻ പറഞ്ഞത്, അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടേ ഇല്ല. കാരണം അവർ രണ്ടുപേരും കൂടെ പോയി കഴിച്ചിട്ട് വന്നു. വിശക്കില്ല ഒന്ന് ഈ വണ്ടിയിൽ ഇരുന്നിട്ടും ഒക്കെ. വെള്ളം ധാരാളം കുടിക്കുക, ഭയങ്കര ചൂട്. എന്നിപ്പോൾ അത് എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. രാമേശ്വരത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് വയ്യ, ഭയങ്കര വെയിൽ, വേർത്തൊഴുകുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നു. അപ്പം നാളെ തഞ്ചാവൂരാണെങ്കിലും രാവിലെ നേരത്തെ എണീറ്റ് പരിപാടികൾ കഴിഞ്ഞിട്ട് നേരത്തെ പോയി തൊഴുക എന്നാണ് വിചാരിക്കണം. വെയിൽ വന്നു കഴിഞ്ഞാൽ വയ്യ, ഭയങ്കര സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പം എന്നാൽ ചായ കുടിക്കാൻ അവർ പോണു പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും കൂട്ടത്തിൽ പോയിക്കളയാ വിചാരിച്ചു. ചായ വന്നു, പക്ഷേ ചായ അവന് കാപ്പി വന്നു. എനിക്ക് ചായ സ്ട്രോങ് ചായ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് സ്ട്രോങ് വന്നു. ഇത് സ്ട്രോങ് കോഫി, മധുരം കൂട്ടി, ചക്കര കൂട്ടി, പപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, കടിയില്ല. സങ്കടത്തിലായി. അവന് കടിയാണെങ്കിൽ ഒരു 3-4 തിന്നാന്നാണ്. പപ്സ് ഐറ്റം ഒന്നും വേണ്ട അത്ര. അതുകൊണ്ട് തൽക്കാലം കടി വേണ്ട. ഇപ്പോൾ നിങ്ങൾ വ്ളോഗ് കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുള്ളൂ. ഞങ്ങളുടെ കൂടെ വേറെ 2 പേരും കൂടി ഉണ്ട്. പക്ഷെ അവർ അവർ ഞങ്ങളുടെ പെടുന്നില്ല. വരാനൊരു മടി. അതെ വരുന്നില്ല. അവർ നേരത്തെ വന്ന് ചായ ഒരു അപ്രതീക്ഷിതമായ ഒരാളെ കാണിച്ചു. എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതായിരിക്കണം ചായയും കുടിച്ച് ഉണ്ടാണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. സ്റ്റാച്ചു പോലെ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരുപാട് റോഡിൻ്റെ വ്യൂ ഒന്നും ഇട്ടിട്ടില്ല ഈ വീഡിയോയിൽ ഇതുവരെ ഉള്ളതിലൊന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കാണാൻ മാത്രമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് വെറുതെ നിങ്ങൾക്ക് ടൈം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ എടുക്കാതിരുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാകുമ്പോഴാണ് ഞാനത് എടുക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ എടുത്തതുകൊണ്ട് നമ്മളുടെ പാലക്കാടിലെ കുറേ പനകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. അതിവിടെ നല്ലോണം കണ്ടു കേട്ടോ. രാമേശ്വരത്ത് പോയപ്പോൾ തെങ്ങാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. അതല്ലാതെ ഇടയിലൊക്കെ കാണുന്നത് മുഴുവനും പനകളാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊരു കാഴ്ചയൊന്നും കാണാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഇവിടെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിറയെ കട്ടൗട്ടുകളുണ്ട്. ഞാനത് നിറയെ ശ്രദ്ധിച്ചപ്പോൾ നമ്മളുടെ നാട്ടിലെ കല്യാണത്തിന് നമ്മളൊരു കാർഡ് അടിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ അല്ലെങ്കിൽ ആ കല്യാണ ദിവസം എവിടെയെങ്കിലും അതൊന്ന് വെച്ചാൽ ആയി, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഫ്രണ്ട്സാണോ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും വലിയ വലിയ കട്ടൗട്ടുകൾ, ചെറുതൊന്നുമില്ല, ഭയങ്കര വലിയ കട്ടൗട്ട്. രാഷ്ട്രീയക്കാർക്കില്ല കേട്ടോ അത്രയും വലിയ കട്ടൗട്ടുകൾ. അതെല്ലാം റോഡിൽ നിരത്തി വെച്ചിട്ടുണ്ട് സൈഡുകളിലൊക്കെ. കാരണം അത് കല്യാണം പെൺകുട്ടിയുടെയും പയ്യൻ്റെയും ഫോട്ടോനെക്കാട്ടിലും വലിയ ഫോട്ടോസായിട്ട് അവരുടെ മുഖമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കട്ടൗട്ടിൽ തന്നെ ചിലപ്പോൾ 10 ഫോട്ടോസൊക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര വലുപ്പം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ ഫോട്ടോസല്ല, മുഖങ്ങളല്ല, വലിയതായിട്ടാണ് അവർ അടിച്ചിരിക്കുന്നത്. അതെന്താണ് അതിൻ്റെ ഒരു രീതി എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ എന്തിനാ അങ്ങനെ ഒരു പരസ്യം എന്നറിയില്ല. എന്തായാലും അതൊരു ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി. ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല.
നിറയെ ഉണ്ട്. ഇപ്പൊ കല്യാണ സീസൺ ആണ് തോന്നുന്നു ഈ മാസം. നിറയെ മുഹൂർത്തം ഉണ്ടാവാം, അതുകൊണ്ടാവാം ഇവരുടെ മാസങ്ങൾ എന്തൊക്കെയാന്ന് എനിക്ക് കൂടുതൽ അതേക്കുറിച്ച് അറിയില്ല. പക്ഷെ റോഡ് സൈഡിൽ മുഴുവൻ കണ്ടത്. പാർട്ടിക്കാരുടെ വളരെ കുറവാണ് കണ്ടത്. ഈ കല്യാണക്കാരുടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. വെറൈറ്റി ആയിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് കണ്ടത്. അത്രയും കുടുംബക്കാരും. അതിന് കുടുംബമുണ്ട്, ഫ്രണ്ട്സ് ഉണ്ടാവാം, എനിക്കറിയില്ല. നിറയെ പേരെ കണ്ടു ഞാൻ. അത് ചെറിയ പയ്യന്മാർ മാത്രമല്ല, നമ്മളെ കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള ആളുകളും ഒക്കെ ഇതുപോലെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പയ്യൻ്റെയും പെൺകുട്ടിയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അച്ഛനമ്മമാരാണോ അമ്മാവന്മാരാണോ എന്നൊന്നും അറിഞ്ഞൂടാ. അത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതൊന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതാ. തഞ്ചാവൂർ കുംഭകോണം തഞ്ചാവൂരിലേക്ക് കയറുന്ന റോഡാണ്. നല്ലൊരു പാലമാണ് കാണുന്നത്. നന്നായിട്ട് മനോഹരമായിട്ട് കാണാം. ഫുൾ കത്തിയാണ്, പിടിച്ച് കത്തി ക്രിസ്മസ് ട്രീ ആണോ? അല്ല, ഇത് കാറ്റാടി. കാറ്റാടി മരമാണോ? ഇതാണ് പന്തൽ പണിക്ക് ഉപയോഗിക്കുന്നത്. നമ്മളവിടുത്തെ പന്തൽ മാറ്റിയിട്ട് ഇപ്പോൾ അത് വെച്ച് പിടിപ്പിച്ചിരിക്കണം. നോക്കടാ, ചെറുത്. ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതെ, ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കല്യാണത്തിന്റെ ഫംഗ്ഷൻ. കല്യാണം മാത്രമല്ല, ഹൗസ് വാമിങ് ആയാലും അവരതുപോലെ തന്നെയാണ് ചെയ്യണത്. ഓരോ ചടങ്ങിനും ഇങ്ങനെ കട്ടൗട്ട് വെച്ചിട്ടുണ്ട് അവര്. ആ, എല്ലാവിടെയും എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചിരിക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ഒന്നുമില്ല, വെഡിങ് ആനിവേഴ്സറി. എന്നാക്കാ ഞാൻ ചുട്ടെടുക്കുന്ന ആ മണം വന്നു. അതെന്താണ്, ഞാൻ കടലയാണോ എന്ന് ആദ്യം വിചാരിച്ചു. ഇത് 1 kgയാ? ഇത് 1/2 കിലോക്കാ 500 രൂപ. 500 രൂപ. നമ്മൾ വരണ വഴി കണ്ടതാണ് ഇങ്ങനെ കടല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് 100 രൂപ, ഇത് 250 രൂപ, ഇത് 500 രൂപ. അങ്ങനെയാണ് അവരുടെ റേറ്റ്. 500, 250, 100. അതിൻ്റെ ആ തോടൊക്കെ കളഞ്ഞ് നന്നായിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ സാധനം. നിറയെ ഏരിയയിൽ ഈ ഏരിയ കംപ്ലീറ്റ് കണ്ടു. ഞാൻ വിചാരിച്ചു കടലയായിരിക്കുന്നു. അനിയേട്ടൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവരുടെ അടുത്ത്. അല്ല, അപ്പുറത്തൊക്കെ കുടില് കെട്ടിയിട്ടുണ്ട് അവർ. അവിടെയൊക്കെ ഉണ്ട്, നിറയെ സ്ഥലങ്ങളിലുണ്ട് ഇത്. ഇത് 1/4 കിലോ ആണ് തന്നിരിക്കണം അവർ. നമ്മൾ ഇത് 2 പാക്കറ്റാണ് വാങ്ങിയത്. അവർ 2 കൊണ്ടുവന്ന്. അപ്പോൾ ഇത് 100 ഗ്രാമും ഇത് 250 ഗ്രാമും. മൊത്തം 350 രൂപ പറഞ്ഞു. 350 രൂപയും കൊടുത്തു. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം, ടേസ്റ്റ് ഉണ്ട്. അവർ തന്നെ കൈവച്ചിട്ട് അതൊക്കെ ചുട്ട് മുറിച്ചിട്ടൊക്കെ എടുക്കണേ. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ പൈസയൊന്നും കുറയ്ക്കാനൊന്നും ശ്രമിച്ചില്ല. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് സാധനം. കഴിച്ചു നോക്കി. അവർ സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. ഇനി നിറയെ ഏരിയകളിലുണ്ട്. ഇപ്പോൾ വരുന്ന വഴിക്കൊക്കെ കണ്ടു. പക്ഷെ അപ്പം അത് നിലക്കടലായിരിക്കും. പിന്നെ എനിക്ക് സംശയമുണ്ട്, അത് ക്യാഷ് വേണോ എന്ന് ചോദിച്ചപ്പോഴാണ് വണ്ടി ഒന്ന് സ്ലോ ആക്കിയത്. അപ്പോഴാണ് അതിൻ്റെ ഇത് കണ്ടത്. നന്നായിട്ടുണ്ട്. നല്ലൊരു അസറ്റായിരിക്കും ഈ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. കാരണം ഇത്രയും ക്വാളിറ്റി ഉള്ളതൊന്നും കിട്ടാറില്ല. ഇത് വരുന്ന റൂട്ട് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. മനവാതുരൈ, തഞ്ചാവൂർ റൂട്ടാണ്. മനവാതുരൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇങ്ങനെ നിറയെ റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. ചെറിയ കുടില് പോലെ കെട്ടിയിട്ട് നിറയെ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലിയാണ് കൂടുതലും ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. എന്തായാലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. നല്ലൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കും ഒരു സഹായമായിരിക്കും നമ്മളെയും കൊണ്ട്. നമ്മൾ ഒരുപാട് പൈസ വെറുതെ വേസ്റ്റ് ചെയ്യുന്നതല്ലേ. അവർ ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സായിട്ട് നമ്മളും സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് വരുമ്പോൾ നോക്കിക്കോളൂ. അതെ, എനിക്ക് എൻ്റെ അഭിപ്രായം ഓക്കെയാണ്. നന്നായിട്ടുണ്ട്, ക്വാളിറ്റി ഉണ്ട്.
അതുകൊണ്ട് അത് വാങ്ങിക്കാം. അവിടുത്തെ ചോദിച്ചാൽ ഒരു സാമ്പിൾ തരുന്നുണ്ടോ കഴിക്കാൻ? അതെ അതെ അതെ, നന്നായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നന്നായിട്ടുണ്ട്. ഒന്ന് വാങ്ങിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നല്ലതാണോ. ഇത് കയ്യൊക്കെ എത്ര പൊള്ളു അറിയോ ഈ സാധനം. ഞങ്ങള് വീട്ടിലൊക്കെ പണ്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കുഞ്ചിക്കളിയൊക്കെ. കയ്യൊക്കെ ചുട്ടിട്ട് ഇതിന്റെ ഈ ഒരു ഓയിൽ പെട്ട് കഴിഞ്ഞാൽ പൊള്ളും. നിറയെ ഉണ്ട്. ഇത് കണ്ടോ, കടകളിലൊക്കെ നല്ലോണം ഉണ്ട്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ റൂം ഏകദേശം അടുത്താണ് വരുന്നത്. ഭംഗിയുണ്ട്, നല്ല അപ്പോൾ നമ്മൾ സൂര്യ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലാണ് റൂം പറഞ്ഞിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പോയിട്ടുണ്ട്, ഏട്ടൻ പോയിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഫ്ലോർ ആണെന്നാണ് പറഞ്ഞത്. പാർക്കിങ്ങൊക്കെ നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് കയറി പോകണം നമുക്ക്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പോയിട്ടുണ്ട് ആൾ. നല്ല ക്വൈറ്റ് ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും കാണാനില്ല. കുറേ നേരം ഇവിടെ കറങ്ങി തിരിഞ്ഞിട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയത്. പിന്നെ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഫസ്റ്റിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാറൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതാണ് വലിയൊരു ആശ്വാസം. അങ്ങനെ നമ്മൾ എത്തി, അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചു, എത്തി. നല്ല സൗകര്യമുള്ള അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. വലിയ 2500 അങ്ങനെ എന്താണ് അച്ചു പറയും റേറ്റ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറാണ്. നമുക്ക് ഇവിടെ അത്യാവശ്യം കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞവർ. അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ കുക്ക് ചെയ്യിക്കാറില്ല പറഞ്ഞു. പിന്നെ നമ്മൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മൾ തന്നെ ഗ്യാസ് സ്റ്റവ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് ചെയ്തോളാൻ പറഞ്ഞു. പൊതുവേ ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത്. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റുമല്ലോ. അപ്പോൾ നമ്മളുടെ റൂമൊന്നും ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഒരു TV വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ ഒരു സെറ്റി പോലെ ഒരു ചെറിയൊരു ടീപ്പോയ് പോലെ വെച്ചിട്ടുണ്ട്. 2 ചെയറുണ്ട്. പിന്നെ ഇവിടെ ഒരു അച്ചുണ്ട്. അതിൻ്റെ ഒരു ഷോക്കേസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. നമ്മളുടെ ഇത് കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് റെഡിയാക്കാനുണ്ട്. അത്യാവശ്യം കുക്ക് ചെയ്തോളം പറയുമ്പോൾ നമ്മളൊന്ന് പെട്ടെന്ന് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. പുറത്തെ ഭക്ഷണം ഒരുപാട് അങ്ങോട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടുന്ന് തീരുമാനിച്ചു. എന്തായാലും നോർത്തിലെത്തിയാൽ നമുക്ക് എന്തായാലും ഇവരുടെ ഫുഡ് പറ്റില്ല എന്നുള്ളത് നമുക്ക് അറിയാം. ഇതിന് മുമ്പ് പോയപ്പോഴും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വിചാരിച്ചത്. ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. ഇതെന്താ ഇവിടെ ഒന്നുമില്ല. അതാ റൂമിൻ്റെ ചെറിയാണ്. ഇത് കോമൺ ബാത്റൂമാണെന്ന് തോന്നുന്നു. അതെ, കോമൺ ബാത്റൂമാണ്. ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് അതിൻ്റെ നമ്മളങ്ങനെയൊക്കെ പ്രതീക്ഷ മതി. ഞാനത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി വരുന്നത് 2 ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ബെഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇവിടെ ഒരു അലമാറിയും വെച്ചിട്ടുണ്ട് അവർ. AC ഉണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെയാണുള്ളത്. ഇത് ഇവർ താമസിക്കുന്ന വീടിൻ്റെ മേലെ അവർ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റായിട്ട്. കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതെ. ഇപ്പോൾ രാവിലെ ഇട്ടാൽ പോകാറും ആയില്ലേ. എവിടെ സ്റ്റേ ചെയ്യാനൊന്നും സമയമില്ല. ഒരു നൈറ്റ് കിടക്കാനുള്ള സമയമേ ഉള്ളൂ. ഒന്നിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൂ, ഒന്നിലില്ല. ഒന്ന് കോമൺ ബാത്റൂമാണ് വന്നിട്ടുള്ളത്. AC 2 ഉണ്ട്. ഇതിലും ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഷെൽഫ്, ടീപ്പോയ്, അതൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, ബെറ്റർ, നോട്ട് ബാഡ്.
ഇതൊക്കെയാണ് നമ്മളുടെ പരിപാടി. അച്യുതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഇതിൽ വന്നിട്ട് 2 റൂം ഈ ഒരു സെറ്റപ്പിന് എല്ലാത്തിനും കൂടി അവരുടെ ഗുഡ്സും സർവീസും എല്ലാം കൂടി കൂട്ടിയിട്ട് 2850 ഇതാണ് ഫൈനൽ വന്ന എമൗണ്ട്. നമുക്ക് വെള്ളം അവർ തന്നിട്ടുണ്ട് അല്ലേ? 2 കുപ്പി വെള്ളം, പിന്നെ എന്തൊക്കെയാണ് 2 കുപ്പി വെള്ളം തന്നിട്ടുണ്ട്, 2 സോപ്പും. ഓ അത് ശരി. AC റിമോട്ട്, 2 കൂടെ ഒറ്റ റിമോട്ടാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ല ബാക്കിയെല്ലാം ശരി. ടൈം എല്ലാത്തിലും വരുന്നത് 11 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മോർണിംഗ് ഹോട്ടലിലെ പോലെ തന്നെയാണ് 15 മണി. ഓക്കെ ഓക്കെ. നമ്മൾ 15 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇറങ്ങുമല്ലോ. നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം തഞ്ചാവൂര് ബിഗ് ടെമ്പിൾ എന്ന് അറിയപ്പെടുന്ന ടെമ്പിളിലേക്ക് നാളെ രാവിലെ പോകുന്നുള്ളൂ. 10 മണി വരെ ഉണ്ട് രാത്രി, പക്ഷേ പോകുന്നില്ല, വയ്യ, ഒട്ടിച്ച് വയ്യ. അതുകൊണ്ട് നാളെ പോകുന്നു. ഇനി കുക്കിംഗ് വീഡിയോ ഒക്കെ കാണിച്ചു എന്ന് വരില്ല, ഞങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പോവാണ്. കുറേ കാര്യങ്ങൾ മിസ്സാവണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിട്ട് മിസ്സാക്കും. അതെ ഇത് പറഞ്ഞ് മിസ്സാക്കുകയാണ്. എന്തെങ്കിലും രാത്രി ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ഒന്നുമില്ലെങ്കിലും ഗോതമ്പ് ദോശ അത്ര തന്നെ പരിപാടി, ഇത്തിരി സമ്മതി അരച്ച പരിപാടി കഴിഞ്ഞില്ലേ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഒന്നും കാണിക്കാൻ നിൽക്കില്ല, ഒരുപാട് സമയം പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ തഞ്ചാവൂരിലെ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.